കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ്, പക്ഷേ പറയുന്നതൊക്കെ പിന്നീട് മണ്ടത്തരമായി വരുന്നു. പിന്നെ ചിലർക്കുള്ള സംശയം, ഇയാൾ ശരിക്കും മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? കാരണം രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങളും രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്നതാണ്. അപ്പോൾ ഇയാളെ വെച്ചിട്ട് മറ്റാരെങ്കിലും കളിക്കുന്നതാണോ, അതോ ഇയാൾ അത്തരം കളിക്കുന്നതായിട്ട് മുന്നിൽ നിർത്തിയിട്ട് രാജ്യത്തെ ജനങ്ങളെ ചതിക്കുകയാണോ? സത്യത്തിൽ ഇയാൾക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ സാധാരണ നെഹ്റു കുടുംബത്തിന് പൊതുവെ ബുദ്ധി കുറവാണ്. ആ ഗണത്തിൽപ്പെട്ട ഒരാളായിട്ട് വേണം രാഹുൽ ഗാന്ധിയെ നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇഷ്യൂസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഇഷ്യൂസ് ഒന്നും കോൺഗ്രസ് ടേക്കപ്പ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്യൂസ് അദ്ദേഹം പർവ്വതീകരിക്കുന്നു, അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില കേരളത്തിലെ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കോൺഗ്രസിൻ്റെ പൊതുസമൂഹം, കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് വലിയൊരു ഉപദേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രീമാൻ KC വേണുഗോപാലാണ്. വേണുഗോപാൽ പറയുന്നതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊരു കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ ചൊല്ലുണ്ട്, കോൺഗ്രസിൻ്റെ മൊത്തം ഉടമ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ്. അതാണ് കോൺഗ്രസ്സിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അവിടെ ആര് പാർട്ടി പ്രസിഡന്റ് ആവണം, ഇപ്പോൾ ഖാർഗെ ആവണം, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് എൻ്റെ സഹോദരിയായിട്ടുള്ള ചേച്ചിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വരണം, അല്ലെങ്കിൽ വേറെ അനീതി, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ്സിൽ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അതിന് അവർ പറയുന്ന, കോൺഗ്രസ്സുകാരൻ തന്നെ പറയുന്ന ഭാഷ, കോൺഗ്രസിൻ്റെ ഉടമ രാഹുൽ ഗാന്ധിയാണ്, പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഉടമ KC വേണുഗോപാലാണ്. എന്ന് വെച്ചാൽ ഒരു ഉടമസ്ഥാവകാശ പ്രശ്നം അവിടെയുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ ത്രാണിയില്ലാത്ത, കെൽപ്പില്ലാത്തൊരു നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹം ചില ഇഷ്യൂസ്, ഇപ്പോൾ ഹിഡൻബർഗ് ഇഷ്യൂ അദ്ദേഹം ഉന്നയിച്ചു. അത് അദാനിക്കെതിരായിട്ടും നരേന്ദ്രമോദിക്കെതിരായിട്ടും ഉന്നയിച്ചത്. അതാരും ഏറ്റെടുത്തില്ലല്ലോ. അവസാനം വലിയ സോപ്പ് കോമള പോലെ പൊളിഞ്ഞ് പളിസായി പോയി. പാർലമെൻറ്റിൽ പോലും അത് കുറച്ച് ദിവസം പാർലമെൻറ്റ് മുടക്കത്തിന് ഉണ്ടാക്കി എന്നുള്ള ഒഴിച്ചു നിർത്തിയാലേ ഒരന്വേഷണമോ അതിനെ സംബന്ധിക്കുന്ന ഗൗരവമായ ചർച്ചകളോ ഒന്നും ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും നടന്നില്ല എന്നുള്ളതാണ് ഹിഡൻബർഗിൻ്റെ സവിശേഷത. അതിൽ മാത്രമല്ല, ഇന്നിപ്പോൾ അദ്ദേഹം ലേറ്റസ്റ്റ് പറയുന്നൊരു ആരോപണമുണ്ട്, വോട്ട് ചോരി ആരോപണമുണ്ട്. വോട്ട് മുഴുവൻ ചോർന്നു പോയി എന്നാണ്. എവിടെ നിന്ന് വോട്ട് ചോർന്നത്, എവിടെ നിന്നാണെന്ന് ഇദ്ദേഹം പറയണ്ടേ? ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുള്ളിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് അവിടെ പരാതി പുള്ളി കൊടുക്കൂല. പിന്നെ പുള്ളി സ്വയം തീരുമാനിക്കും, പുള്ളി സ്വയം പ്രസംഗിക്കും. ഈ പ്രസംഗം ആരാണ് ഏറ്റെടുക്കുന്നത്? കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല. വോട്ട് ചോരി ആരോപണം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടേയില്ല. മറിച്ച് ഇത് ആരാണ് ഏറ്റെടുത്തെന്ന് ചോദിച്ചാൽ നെഹ്റു കുടുംബം മാത്രമേ ഏറ്റെടുത്തു. നെഹ്റു കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഏറ്റെടുത്തിട്ടുണ്ടോ? സോണിയാഗാന്ധി. അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ സഹോദരി പറയുന്നുണ്ടോ? സഹോദരി പറയുന്നില്ലല്ലോ. ഇന്നിപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബീഹാറിലെ ഇലക്ഷനിൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയാക്കാന്നൊക്കെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞു, ഒക്കെ എഗ്രി ചെയ്തു. പക്ഷേ തേജസ്വി യാദവ് പ്രശ്നം ഏറ്റെടുത്തിട്ടില്ലല്ലോ. ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി ആരോപണ വിഷയമേ അല്ല. അതാരും ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് കേവലം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വെളിപാട് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് യാതൊരു ഗൗരവം കൊടുക്കുന്നില്ല എന്നാണ് വസ്തുത. ആകെ ഇദ്ദേഹത്തിൻ്റെ പിന്നിലെ ആരോപണത്തിൻ്റെ പിന്നിൽ ഇത് ഉന്നയിക്കുന്നതിൻ്റെ ബുദ്ധി കേന്ദ്രം KC വേണുഗോപാലും അതേപോലെ തന്നെ ചില പാശ്ചാത്യ സാമ്പത്തിക ദർശനങ്ങളുടെ ഉപജ്ഞാതാക്കളായിരിക്കുന്ന ചില ആളുകൾ. ഇതിൻ്റെ അപ്പുറത്ത് യാതൊരു പ്രാധാന്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ ഒരു സോപ്പ് കുമളയുടെ പ്രാധാന്യം മാത്രമാണ് ഇന്ത്യയുടെ പൊതുസമൂഹം അതിന് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഈ വരുന്ന പാർലമെൻറ്റ് സെഷനിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ബില്ലിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വരെയുള്ള മുഴുവൻ ആളുകളുടെയും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം വരികയാണെങ്കിൽ 30 ദിവസത്തിനകം അവരെല്ലാവരും തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മാറി നിൽക്കണം. ഈ പറയുന്നൊരു ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എന്തിനാണ് അതിന് ബേജാറാവുന്നത്? പ്രധാനമന്ത്രി മാറി നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് പ്രധാനമന്ത്രി മാറിയുന്ന പ്രതിപക്ഷ നേതാവ് മാറി നിൽക്കണം, അത് പുള്ളിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണം പുള്ളിക്കെതിരായിട്ട് വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ തങ്ങൾ നടത്തിയെന്ന് ഇദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അങ്ങനെ ഒരു സമയത്ത് തൻ്റെ സ്ഥാനം തെറിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബില്ല് ഞങ്ങളെതിരാണ്. പക്ഷേ നേരെ മറിച്ച് ഇവരുടെ കൂടി ഇന്ത്യ മുന്നണിക്കകത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരിക്കുന്ന മഹാരാഷ്ട്ര എന്നുള്ള NCP ശരത് പവാർ ഈ ബില്ലിന് അനുകൂലമാണ്. അദ്ദേഹത്തിൻ്റെ മകള് അവർ ഈ പറയുന്ന പാർലമെൻറ്റ് കമ്മിറ്റിയിൽ അവർ മെമ്പറാണ്. എൻ്റെ ധാരണ 31 പേരെ മറ്റേ പാർലമെൻറ്റ് കമ്മിറ്റിക്കകത്തുള്ളത്, 15 പേര് അതിനകത്ത് BJP-ക്കാരാണ്. സഖ്യകക്ഷികളുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് വരുന്നത് ഞാൻ അവർ പേര് പെട്ടെന്ന് മറന്നുപോയി, ശരത് പവാറിൻ്റെ മകള് അതിനകത്ത് മെമ്പറാണ്. അപ്പോൾ അവർ മെമ്പറാവുന്നത് കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് മെമ്പറാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ്സുകാരും മെമ്പറാവണം, ഞാൻ മെമ്പറാവുകയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ മെമ്പറാകാൻ തയ്യാറില്ലാത്തടുത്ത്
ശരത് പവാറിൻ്റെ മകള് ഈ പറയുന്ന ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ അംഗമായി എന്നുള്ളതിന് കാണിക്കുന്നത് ഇന്ത്യ മുന്നണിക്കകത്ത് രാഹുലിന് ആർക്കും വിശ്വാസമില്ല. അത് പണ്ടേ തന്നെ വളരെ വ്യക്തമാക്കിയത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജിക്ക് ഇദ്ദേഹത്തെ വിശ്വാസമില്ല. തമിഴ്നാട്ടിൽ പിന്നെ സ്റ്റാലിൻ പറയുന്നതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാലിൻ്റെ നേതൃത്വമാണ് അവിടെ തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാർ അംഗീകരിച്ചിരിക്കുന്നത്. ആ സ്റ്റാലിൻ്റെ നേതൃത്വം കോൺഗ്രസ്സുകാർ അംഗീകരിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഒരു പരിധിവരയ്ക്കെങ്കിലും സ്റ്റാലിൻ ഈ പറയുന്ന ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നത്. എന്ന് വെച്ചാൽ ബീഹാറിലും അതുപോലെ തന്നെയല്ലേ. ഇപ്പൊ തേജസ്വി യാദവ് രാഹുലിനെ മൈൻഡ് ചെയ്ത് പോലില്ലല്ലോ. മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാഹുലിന് അവിടെ രണ്ടക്ക സംഖ്യ രാഹുലിൻ്റെ പാർട്ടി കിടക്കുന്ന ഒരു എക്സിറ്റ് പോളും പറഞ്ഞിട്ടില്ല. രാഹുലിൻ്റെ പാർട്ടിക്ക് അവിടെ കിട്ടാൻ പോകുന്നത് കൈവിരലിൽ എണ്ണാവുന്നത്രയും അംഗങ്ങൾ മാത്രമായിരിക്കും കിട്ടുക. അങ്ങനെയുള്ള ഉത്തമ ബോധ്യം തേജസ്വി യാദവിനുണ്ട്. പിന്നെ അങ്ങനെന്തിനും ഇദ്ദേഹത്തിന് മൈൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് വോട്ട് ചോരി ആരോപണം പറഞ്ഞല്ലോ. അത് ഈ പുള്ളി അവിടെ നടന്ന് കയറി പ്രസംഗിച്ചു. എല്ലാ സ്ഥലത്തും കയറി പ്രസംഗിച്ച് ഇദ്ദേഹം കൊണ്ടു നടക്കുന്ന ഒരാളുണ്ടല്ലോ, പാർട്ടി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ, അങ്ങനെ കൊണ്ടും കുറേ പാവം പറയിപ്പിച്ച് ആ പാവം പിന്നെ പറയും. അതല്ലാതെ കണ്ട് ഒരു രാഷ്ട്രീയ നേതാവും ഇതൊരു ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് ഏറ്റെടുത്തിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നതും സുപ്രീം കോടതിയെ വിമർശിക്കുന്നതും ഇന്ത്യൻ പാർലമെൻറ്റിനെ വിമർശിക്കുന്നതും ഇന്ത്യൻ ജനാധിപത്യത്തിന് നിരക്കാത്തതാണ്. ഒരു ജനാധിപത്യത്തിൻ്റെ കൊലപാതകത്തിലുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശ്രമത്തിന് ഒരിക്കലും ഇന്ത്യയിലെ മറ്റ് പ്രസ്ഥാനങ്ങൾ കൂട്ടുനിൽക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും പരിമിതികളുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യത്തും ജനാധിപത്യം ഇല്ലെങ്കിലും അവർക്ക് ഇന്ത്യയിൽ നിലനിൽക്കാനുള്ള കാരണം ഇന്ത്യയിൽ ജനാധിപത്യം ഉള്ളതിൻ്റെ പേരില്ല. ആ ജനാധിപത്യം ഉള്ളതിൻ്റെ പേരിൽ മാത്രം നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ജനാധിപത്യത്തെ തള്ളിപ്പറയാൻ സാധ്യമല്ല. അതിനാണ് NCPയുടെ പ്രശ്നം, അത് തന്നെയാണ് മമതാ ബാനർജിയുടെ പ്രശ്നം, അത് തന്നെയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പ്രശ്നം. ശരിക്കതാണ്. കേരള കോൺഗ്രസ് അടക്കമുള്ളവരൊക്കെ പ്രശ്നം അതാണ്. ഇപ്പം ഇത് തിരിച്ചറിയാതിരിക്കുന്ന ഏക രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി മാത്രമാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാതലായിട്ടുള്ള വശങ്ങളെ സംബന്ധിക്കുന്ന ഒരു ധാരണയും അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. അദ്ദേഹത്തെ ഉപദേശിക്കുന്നവരെ സംബന്ധിച്ചില്ല. അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ എഴുതി കൊടുക്കുന്നു. ആ മണ്ടത്തരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബീഹാറിൽ പോയാലും ഇപ്പോൾ ബീഹാറിൽ പോയപ്പോൾ പുള്ളി പറഞ്ഞു വെള്ളത്തിൽ ചാടാൻ പറഞ്ഞ്. പുള്ളി കേട്ടത് അവിടെ ചളിവെള്ളത്തിൽ ചാടാനാണ് പുള്ളി വിചാരിച്ചത്. ഇവിടെ ചളിവെള്ളം കണ്ട് ആ ചളിവെള്ളത്തിലേക്ക് ഈ പുള്ളി എടുത്ത് ചാടി. ആകെ അരയ്ക്ക് ഭാഗത്തിന് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ആ വെള്ളമുള്ളതിൻ്റെ പേരിൽ മാത്രം ഇയാൾ രക്ഷപ്പെട്ടു. അവിടെ ചളിവെള്ളം കൂടുതലുണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ ചെളിയിൽ പൂണ്ടുപോയേനെ. അങ്ങനെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരാളാണ്. സാമാന്യ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കും. പണ്ട് നമ്മൾ ഓർമ്മയുണ്ടാവും, ഒരു കക്ഷി ചുരുവല്ലത്തിന് മുമ്പായിട്ടാണ് അദ്ദേഹം തൻ്റെ ഈ കൈ രണ്ടും പോക്കറ്റിൽ കൂടി ഇട്ട്, ആ പോക്കറ്റ് നേരത്തേന് മുറിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം മുറിച്ചു വെച്ച പോക്കറ്റാണ്. ആ മുറിച്ചു വെച്ച പോക്കറ്റിൽ കൂടി അദ്ദേഹം കൈയിടുകയാണ്. ഈ തരം മണ്ടത്തരങ്ങൾ കാണിക്കുക. ഇന്ത്യൻ പാർലമെൻറ്റ് തൊട്ടടുത്തുള്ള പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ വന്ന് മനീഷ് തിവാരിയായിരുന്നു ഒന്ന് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. പത്രസമ്മേളനത്തിലേക്ക് കടന്നു വരിക. പ്രതിപക്ഷത്ത് ആരെങ്കിലും ആയിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു. സ്വന്തം ഭരണകക്ഷി തന്നെയുള്ള മനീഷ് തിവാരി പോലെയുള്ള ഒരു നിയമജ്ഞനായിരിക്കുന്ന ഒരു വ്യക്തി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു വന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വായിക്കേണ്ട പേപ്പർ മൊത്തം വലിച്ചു കീറി കളഞ്ഞിട്ടുള്ള ഒരു തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, എനിക്ക് ആ പദപ്രയോഗം ശരിയാണോ എന്നറിയില്ല, അത്രയ്ക്കും സാമാന്യ രീതിയിൽ ബുദ്ധിരഹിതമായിരിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന ആളായിട്ടാണ് രാഹുൽ ഗാന്ധിയെ തോന്നിയിട്ടുള്ളത്. ഒപ്പം തന്നെ ചില വിദേശ ശക്തികൾ രാഹുൽ ഗാന്ധിയെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ജോർജ് സോറോസ് പോലെയുള്ള ചില നേതാക്കൾ അല്ലെ ചില വിദേശികളുടെയൊക്കെ നിയന്ത്രണത്തിലാണ് രാഹുൽ ഇങ്ങനെ തുള്ളിക്കളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് ശരിയുമാണ് ഒരു പരിധിവരെ. കാരണം രാഹുൽ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും അവർ ടാർഗറ്റ് ചെയ്യുന്ന, കാരണം ഇയാളെ എന്തായാലും പ്രധാനമന്ത്രിയായിട്ട് മുമ്പിൽ നിർത്തിക്കൊണ്ട് കളിക്കാൻ അവർക്ക് പറ്റില്ല. എങ്കിൽ പിന്നെ രാജ്യവിരുദ്ധമായ കുറച്ച് പ്രസ്ഥാനം നടത്തട്ടെ, ആർമിക്കെതിരായിട്ട് പ്രസ്ഥാനം നടത്തട്ടെ, അങ്ങനെയും കളിയില്ല ഇതിലൂടെ. അല്ല, അതിനാണ് സാധ്യത കൂടുതൽ. കാരണം ഇയാൾ ആർക്കെതിരായിട്ട് പറയുന്നത്? ഇയാൾ ഇന്ത്യൻ പട്ടാളത്തിനെതിരായിട്ട് പറയും, ഇന്ത്യൻ കോടതികൾക്കെതിരായിട്ട് പറയും, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് പറയും, ഇന്ത്യൻ പാർലമെൻറ്റിനെതിരായിട്ട് പറയും. അയാൾ നാടിനെതിരായിട്ടുള്ള യുദ്ധത്തിലാണ് അയാൾ ഈ നാട്ടിലെ സാധാരണ അയാൾക്ക് കേരളം ഒഴിച്ച ഒരു സ്ഥലത്തുമായി ഗ്രിപ്പില്ല. അയാൾ യുദ്ധം ചെയ്യുന്ന മുഴുവൻ ഭാരതീയർക്കെതിരായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അയാൾ ഓരോ നിലയിൽ തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പഹൽഗാമിൽ നടന്നു, അയാൾ തെളിവെന്താന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അതിനുമുണ്ടായിട്ടുള്ള ബാലക്കോട്ടിലെ സംഭവം അയാൾ തെളിവെന്താന്ന് ചോദിച്ചു. അങ്ങനെ ഭാരതവും പാകിസ്ഥാനുമായിട്ട് ഏതെല്ലാം സ്ഥലത്ത് പ്രശ്നമുണ്ടായിട്ടുണ്ടോ, പ്രശ്നമുണ്ടാകുന്ന എല്ലാ സ്ഥലത്തും അതിന് തെളിവെന്താന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അതേപോലെ തന്നെ ഇന്ത്യയും ചൈനയുമായിട്ട് നല്ല റിലേഷൻ വരുന്ന സമയത്ത് ആ നല്ല ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് അവിടെ ചൈനയ്ക്കെതിരായിട്ട് സത്യത്തിൽ ചൈനയ്ക്കെതിരായിട്ടില്ല, ഇന്ത്യക്കെതിരായിട്ടാണ്. ഇന്ത്യക്കെതിരായിട്ട് ചൈന വിരുദ്ധം എന്നുള്ള മാതിരി അയാളുടെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നത്. ഏതാണെങ്കിലും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില
വാക്കുകളും പ്രവൃത്തികളുമാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും അതിന് മുന്നുള്ള സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തികഞ്ഞ രാജ്യവിരുദ്ധമായിരിക്കുന്ന പ്രസ്താവനകളാണ്. നേരത്തെ സിനുജി ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനകത്ത് ജോർജ് സോറോസിൻ്റെ കൈകളുണ്ടാവാം, മറ്റ് സമ്പന്നന്മാരായിരിക്കുന്ന ആളുകളുടെ കൈകളുണ്ടാവാം, അമേരിക്കയുടെ കൈകളുണ്ടാവാം, പലരുടെയും കൈകളുണ്ടാവും. ആരാണെങ്കിലും ഏതാണെങ്കിലും പലരുടെയും കൈകളിൽ ഒരു കളിപ്പാവ ആകാൻ പാകത്തിനുള്ള കെൽപ്പും കരുത്തും ശേഷിയും മാത്രമേ ഈ മനുഷ്യനുള്ളൂ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും ഒടുവിൽ ഇത് നീണ്ടു പോയിട്ട് രാഹുലിനെ കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? അതിൽ കോൺഗ്രസ് ഇങ്ങനെ പുറത്താക്കാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസ് ഇങ്ങനെ സ്വന്തം പാർട്ടിയാണ്, ഇങ്ങനെ കുടുംബ പാർട്ടിയാണ്. ആ കുടുംബ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ മറ്റുള്ളവർ ഇപ്പോൾ ഗുലാം നബി ആസാദ് അതിൽ നിന്ന് പുറത്തുപോയി, അല്പം ബുദ്ധിയുള്ളതിൻ്റെ പേരിലാണ്. കപിൽ സബിൽ അത് ഇന്ന് പുറത്തുപോയി, ബുദ്ധിയുള്ളതിൻ്റെ പേരിലാണ്. അല്പം അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് പുറത്തു പോവാണ്. കുറച്ച് ബുദ്ധിയുള്ള ശശി തരൂർ എൻ്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. ബുദ്ധിയുള്ളവർക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം എന്ന് കോൺഗ്രസ്സിൽ ഇല്ല എന്നുള്ള തിരിച്ചറിവ് സാമാന്യൻ എല്ലാവരെയും സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ ഒരു കൂടാരമായിട്ട് പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനം എക്കാലത്തുമുള്ള ഒരു ഭാവി പ്രധാനമന്ത്രിയായിട്ട് തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.